ഹായ് നമസ്കാരം. നടൻ സൂര്യയുടെയും കുടുംബത്തിൻ്റെയും ചുമതലയിലുള്ള NGOയാണ് അഗരം ഫൗണ്ടേഷൻ. നിർധനരായ കുട്ടികളുടെ വിദ്യാഭ്യാസം അടക്കം നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങൾ അഗരം വഴി സൂര്യയും കുടുംബവും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന അഗരം ഫൗണ്ടേഷൻ്റെ പുതിയ ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ സൂര്യയും കാർത്തിയും സഹോദരി ബൃന്ദയും ശിവകുമാറുമെല്ലാം കുടുംബസമേതം എത്തിയിരുന്നു. കഴിഞ്ഞ വർഷം മുതൽ സൂര്യയും കുടുംബവും മുംബൈയിലാണ് താമസം. മകളുടെ വിദ്യാഭ്യാസം, ജ്യോതികയുടെ പുതിയ സിനിമാ പ്രൊജക്റ്റുകൾ എല്ലാമാണ് മുംബൈയിലേക്ക് സൂര്യ കുടുംബസമേതം താമസം മാറിയതിന് കാരണം. മാത്രമല്ല, ജ്യോതിക ഏറെക്കാലം ജീവിച്ചൊരു സിറ്റി കൂടിയാണ് മുംബൈ. ഇരുവരുടെയും മക്കളായ ദിവ്യയും ദേവും പഠിക്കുന്നതും മുംബൈയിലാണ്. അഗരം ഫൗണ്ടേഷൻ്റെ ഓഫീസ് ഉദ്ഘാടനത്തിൻ്റെ വീഡിയോയും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അതിൽ മക്കൾക്കൊപ്പമുള്ള സൂര്യയുടെ ഒരു വീഡിയോ ആരാധകർക്കിടയിൽ വൈറലാവുകയും ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട്. മക്കളായ ദിയയ്ക്കും ദേവിനുമൊപ്പം നടന്നു പോകുന്ന സൂര്യയാണ് വീഡിയോയിലുള്ളത്. ബ്രൗൺ നിറത്തിലുള്ള പാൻറ്റും വൈറ്റ് ഷർട്ടും ധരിച്ച് സ്റ്റൈലിഷ് ലുക്കിലാണ് സൂര്യ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ബ്ലൂ ജീൻസും വൈറ്റ് ഷർട്ടുമായിരുന്നു ദേവിൻ്റെ വേഷം. നീല നിറത്തിലുള്ള ചുരിദാറിൽ സിമ്പിൾ ലുക്കിലാണ് ദിയ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അച്ഛനും മക്കളും നടന്നു പോകുന്നത് പോലെയല്ല സൂര്യ തൻ്റെ ഇളയ മകൾക്കൊപ്പം, സഹോദരങ്ങൾക്കൊപ്പം നടന്നു പോകുന്നത് പോലെയാണ് തോന്നുന്നതെന്നായിരുന്നു ഒരു ആരാധകൻ കുറിച്ചത്. 50നോട് അടുത്തിട്ടും സൂര്യ തൻ്റെ ഫിറ്റ്നസ്സും സൗന്ദര്യവും നിലനിർത്തുന്നത് കണ്ട് അത്ഭുതം തോന്നുന്നുവെന്നായിരുന്നു മറ്റൊരു കമൻറ്റ്. ചിലർ ദിവ്യയും ദേവും വലിയ കുട്ടികളായി എന്നും ഇരുവരുടെയും കുട്ടിക്കാലത്തെ രൂപം മനസ്സിലുള്ളതിനാൽ വലുതായ ദിയയെയും ദേവിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെന്നും കമൻറ്റുകളുണ്ട്. ഏറ്റവും കൂടുതൽ കമൻറ്റുകൾ ദിയയെക്കുറിച്ചാണ്. ദിയയ്ക്ക് നഗ്മയുടെ ഛായയാണ് കൂടുതലെന്നും ഒരു നിമിഷം നഗ്മയാണോ എന്നും തോന്നിപ്പോയെന്ന് കമൻറ്റുകളുണ്ട്. ദിയയുടെ വസ്ത്രധാരണത്തെ പ്രശംസിച്ചും കമൻറ്റുകളുണ്ട്. താരപുത്രിയായിരുന്നിട്ടും എക്സ്പോസ്ഡായി വസ്ത്രം ധരിക്കാതെ മാന്യമായ വസ്ത്രം ധരിച്ച് എത്തിയതിനായിരുന്നു ദിയയെ പ്രശംസിച്ച് കമൻറ്റുകൾ പ്രത്യക്ഷപ്പെട്ടത്. അച്ചടക്കവും ലാളിത്യവുമുള്ള രീതിയിൽ പെരുമാറാൻ മക്കളെ പഠിപ്പിച്ചതിന് സൂര്യയെയും ജ്യോതികയെയും പുകഴ്ത്തിയും കമൻറ്റുകളുണ്ട്. മുംബൈ പോലൊരു മെട്രോ സിറ്റിയിലാണ് ജീവിക്കുന്നതെങ്കിൽ കൂടിയും ദിയയും ദേവും അവിടെയുള്ള ജീവിത രീതികളിൽ ആകൃഷ്ടരായല്ല വളരുന്നതെന്ന് ഇരുവരുടെയും പുറത്തു വരുന്ന ചിത്രങ്ങളിൽ നിന്നും വീഡിയോകളിൽ നിന്നും വ്യക്തമാണ്. മക്കളുടെ സ്വകാര്യതയെ മാനിക്കുന്നവരാണ് സൂര്യയും ജ്യോതികയും. അതുകൊണ്ട് തന്നെ വളരെ വിരളമായി മാത്രമേ മക്കൾക്കൊപ്പം ഇരുവരും മീഡിയയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടാറുള്ളൂ. അതേസമയം റെട്രോയാണ് സൂര്യയുടെ റിലീസിന് ഒരുങ്ങുന്ന ഏറ്റവും പുതിയ സിനിമ. കാർത്തിക് സുബ്ബരാജ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് റെട്രോ ലവ്. ലോട്ടർ വാർ എന്ന ടാഗ് ലൈനിലെത്തുന്ന ചിത്രത്തിൻ്റെ ടൈറ്റിൽ ടീസർ സാമൂഹിക മാധ്യമങ്ങളിൽ തരംഗമായിരുന്നു. ശരിക്കു പറഞ്ഞാൽ മുംബൈ നഗരത്തിൽ ജീവിക്കുന്ന ഒട്ടനവധി പണക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. മഹാരാഷ്ട്രയിലാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും ഫ്രീഡത്തോടുകൂടി പെൺകുട്ടികൾ ജീവിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവിടെ ഹാഷ്ബുഷ് ലൈഫാണ്. ഞാൻ 2005 മുംബൈ വിലേപ്പാർലയിൽ ഉണ്ടായിരുന്ന സമയം അവിടെയുള്ള ഒട്ടനവധി ആളുകളെയും നമുക്ക് നേരം വെളുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഹൈവേയിലൊക്കെ ഒന്ന് ഇറങ്ങി, ഫുട്പാത്തിലൊക്കെ ഒന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും
നമ്മൾ ചിന്തിക്കും ഒരു നാടൻ പ്രദേശമാണ് ഈ മുംബൈ നഗരം എന്നുള്ള ഒരു രീതിയിലാണ് നമ്മളെല്ലാവരും ആ ഒരു നഗരത്തെ കാണുന്നത്. പക്ഷേ ഏറ്റവും മോഡലിംഗ് ലെവലിലൂടെ നടക്കുന്ന മറൈൻ ഡ്രൈവിലൊക്കെ പോയി കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ജൂ ചോപ്പാട്ടി, അതുപോലെ മറ്റേ വീട്ടി സ്റ്റേഷൻ്റെയൊക്കെ ആ പരിസരങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയാണ് അവിടെയുള്ള കുട്ടികളുടെ വസ്ത്രധാരണം എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ കേരളത്തിൽ ഞാൻ ഇതുവരെയും കാണാത്ത ഒരു വസ്ത്രമുണ്ട്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് മുംബൈയിൽ അത് വലിയ രൂപത്തിൽ തന്നെ തരംഗമായി മാറി എന്നുള്ളതാണ്. സ്ത്രീകളിടുന്ന ജീൻസ് പാൻറ്റിന് അതിൻ്റെ ബാക്കിലോട്ട് അഴിക്കുന്ന രൂപത്തിലുള്ള ഒരു സിബുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ ജീൻസൊക്കെ കാണുന്നത് ഫ്രണ്ടിലാണ് അതിൻ്റെ സിബ് കൊടുക്കാറ്. പക്ഷേ മുംബൈയിൽ പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ബാക്കിൽ സിബുള്ള ആ ഒരു മോഡൽ ജീൻസ് പാൻറ്റാണ്. ഇവിടെ അത് ഒരു ടോപ്പ് സ്റ്റൈലിലൊക്കെ ടോപ്പിൻ്റെ ആ ഒരു രീതിയിലൊക്കെ വന്നെങ്കിലും അത് അത്ര കണ്ട് ക്ലിക്കായില്ല. അപ്പം അങ്ങനെയുള്ള ഒരു നഗരത്തിൽ വസ്ത്രധാരണത്തിൻ്റെ ആ ഒരു കാര്യം പറയുകയാണെങ്കിൽ മഹാരാഷ്ട്ര എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ലോകം തന്നെയാണ്. ഏത് മുക്കിലും മൂലയിലും നമ്മൾ പോയാലും നമ്മൾ ഒരു ഹിന്ദി സിനിമയെ വെല്ലുന്ന രൂപത്തിലാണ് അവിടുത്തെ ലൊക്കേഷനുകളൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ ചില ആളുകൾ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് മുംബൈയിൽ എന്താ ഉള്ളത് എന്നുള്ളത്. അപ്പോൾ മുംബൈ നഗരത്തെക്കുറിച്ച് ആ നഗരത്തിൽ ചുറ്റി നടന്നാൽ മാത്രമേ മുംബൈ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു നഗരത്തിൽ സൂര്യയുടെയും അതുപോലെ തന്നെ ജ്യോതികയുടെയും മക്കൾ വസ്ത്രധാരണത്തിൽ പോലും മാന്യതയോട് കൂടി ജീവിക്കുന്നു എന്ന് കേട്ടപ്പോൾ ആ ഒരു ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് സൂര്യയോടും അതുപോലെ തന്നെ ജ്യോതികയോടും ബഹുമാനം തോന്നുകയാണ്. ഇപ്പോൾ ആരും ഇവിടെ തുണി അഴിച്ചിട്ട് നടക്കുന്ന രൂപത്തിലല്ല നമ്മളൊന്നും കണ്ടിട്ടില്ല. എങ്കിലും നമുക്ക് സിനിമാ മേഖലയിലുള്ള ആ വസ്ത്രധാരണത്തെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ മക്കളും അതേ ട്രെൻഡിലാണ് ജീവിക്കുക എന്നുള്ള ധാരണയിലാണ് ഒട്ടുമിക്ക സാധാരണക്കാരും അവരുടെ ആ ഒരു ചിന്താഗതിയും ഉണ്ടാകുക. അപ്പോൾ അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് സൂര്യയുടെ മക്കൾ എന്ന് കണ്ടപ്പോൾ കേട്ടപ്പോൾ അഭിമാനം തോന്നുകയാണ്. അപ്പോൾ അവർക്കറിയാം അവർ സഞ്ചരിക്കുന്ന മേഖല കല്ലും മുള്ളും നിറഞ്ഞ ആ ഒരു പാതയാണ്. ആ പാതയിലൂടെ മക്കളെ സഞ്ചരിപ്പിക്കരുത് എന്നുള്ള ആ ഒരു ചിന്ത തന്നെയാണ് സൂര്യയുടെയും ജ്യോതികയുടെയും ആ ഒരു കുടുംബത്തിൻ്റെ ഐക്യമെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. എന്നിരുന്നാലും വളരെ സന്തോഷം തോന്നിയ ഒരു നിമിഷം തന്നെയാണ്. മകളെ കണ്ടപ്പോൾ നഗ്മയാണോ എന്നൊരു ആ ഒരു ചിന്തയില്ലായകയില്ല. സത്യത്തിൽ അത് നഗ്മ എന്ന് തന്നെ നമുക്ക് പറയാനും കഴിയും. ഓക്കെ.